الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن هو الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قولوا قولا سديدا يصلح لكم أعمالكم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മുഅ്മിനീങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഏതൊരു അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിലാണോ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം നടത്തുന്നത് വരെ ആ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലാണ്. ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ മിടിക്കുന്ന ഹൃദയമൊന്ന് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ. ഉച്ചക്ക് വിളമ്പി വെച്ച ചോറ് തിന്നാൻ വീട്ടിലെത്തുമോ എന്ന് പോലും അറിയാത്ത, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രക്കും ദുർബലരായ നമ്മൾ, ഈ ആകാശലോകങ്ങളും ഈ കടലും, ഒരുപക്ഷെ നമ്മളൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ തീരാത്ത അത്ര വിശാലമായി കിടക്കുന്ന ഈ മഹാഭൂമി, അതിൻ്റെ അപ്പുറം വാനലോകത്ത് നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ ഭീമാകാരമായ സംഖ്യകൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ മനുഷ്യന് സാധിക്കാത്ത അത്ഭുത ലോകങ്ങൾ, ഇതിൻ്റെ എല്ലാം നിയന്താവായ, സട്ടാവായ, സംരക്ഷകനായ, ഉടമസ്ഥനായ പടച്ച റബ്ബിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അതിനുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് മസ്ജിദിൽ വന്നിരിക്കുമ്പോൾ ആ ഓർമ്മ പുതുക്കാനാകണം. നമ്മുടെ ദിക്റുള്ളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന ബോധത്തോടെ, തഖ്വയോടെ, സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് ആദ്യമായി ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്താകും? ഇസ്രായേൽ ജയിക്കുമോ? ഇറാൻ തകരുമോ? സഞ്ചാരം ശരിയാകുമോ? ഗ്യാസ് കിട്ടുമോ? നമ്മളൊക്കെ ബുദ്ധിമുട്ടിലാകുമോ? ഇന്ത്യയുടെ അവസ്ഥ എന്താകും? ഇന്ത്യയിൽ മുസ്ലിം ലോകം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്നാണ് ഒരാശ്വാസമുണ്ടാവുക? കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പുതിയ ഭരണം മാറി അടുത്ത ഭരണം വരുമോ? ഈ വക ചിന്തകളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിൻ്റെക്കാൾ അപ്പുറത്ത് സ്വാർത്ഥരാകണം എന്നാണ് ഖുതുബയിൽ ആമുഖമായി ആവശ്യപ്പെടാനുള്ളത്.
നമ്മളെ വിഷയത്തിൽ സ്വാർത്ഥരാകണം. ഡേറ്റ് നിശ്ചയിക്കപ്പെട്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഏതാന്ന് ചോദിച്ചാൽ ജനന തീയതി പറയാൻ അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാകില്ല. ചെറിയ കുട്ടികൾ വരെ ബർത്ത് ഡേ അറിയാം, പക്ഷേ ഡെത്ത് ഡേ നമുക്കതുപോലെ തീരുമാനിക്കപ്പെട്ടതാണ്. നമുക്കതറിയില്ല എന്നേ ഉള്ളൂ. ഡെത്ത് ഡേയുടെ മുമ്പായി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കണം. മറ്റ് വിഷയങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ, ഇലക്ഷൻ നടക്കട്ടെ, യുദ്ധം നടക്കട്ടെ, മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളും പ്രകോപനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നടക്കട്ടെ, അതൊക്കെ അതിൻ്റെ വഴിക്കാണ്. നമ്മളാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ലോകത്ത് ഏതെങ്കിലും കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു വർഷം മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്തവരായിരുന്നില്ല? ഇത് ലോകം എന്ന് തുടങ്ങി അന്ന് മുതൽ അങ്ങനെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിൽ അനുഭവിച്ച പീഡനങ്ങൾ എത്രയാ? ശേഷം ഇങ്ങോട്ടുള്ള സഹാബി വര്യന്മാരുടെ എല്ലാ കാലത്തും അങ്ങനെ, ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെ ആയിരിക്കും. ലോകാവസാനം വരെ പീഡനങ്ങളും പ്രയാസങ്ങളും മുസ്ലിങ്ങൾക്ക് കൂടപ്പിറപ്പായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇതിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുക സംഭവ്യമല്ല. കാരണം നന്മക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെന്നും അരികുവൽക്കരിക്കപ്പെടും. അത് ലോക ചരിത്രം അങ്ങനെയാണ്. അത് ഫിറഔന്റെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. മൂസ അലൈഹി സ്വലാമിൻ്റെ ലോകത്ത് കടന്നുപോയിട്ടുള്ള അംബിയാ മുർസലുകളുടെയൊക്കെ പാരമ്പര്യം അത് തന്നെയാണ്. എന്തിനു പറയണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ് പിന്നെ വന്ന ഖുലഫാ റാഷിദുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്, കൊന്നതാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ. അലി റളിയല്ലാഹു അൻഹു നബിയുടെ പേരമക്കൾ. അതുകൊണ്ട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒന്നും പുത്തരിയല്ല. ജയിലറകളും പ്രയാസങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നഫ്സിയാണ്. ഇതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങാത്തവർ ഓരോ റമദാനുകൾ കഴിയുമ്പോൾ ആർക്കറിയാം അടുത്ത റമദാൻ 1-ന് നമ്മൾ ഭൂമുഖത്തുണ്ടാകുമെന്ന് എത്ര ഉറപ്പ് നമുക്കുണ്ട്? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ലാസ്റ്റ് റമദാൻ ആയിരിക്കും അത് നമുക്ക് നമ്മുടെ മരണ തീയതി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. നമ്മളല്ല അത് തീരുമാനിച്ചത്, അള്ളാഹുവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ വെള്ളിയാഴ്ചയും ദിക്റുല്ലാഹ്, അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടി മസ്ജിദിൽ വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നാമത്തെ കാര്യം എൻ്റെ റബ്ബ് എന്നെ പറ്റി തൃപ്തിപ്പെട്ടോ എന്നാണ്. എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ റബ്ബ് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചത്തിലേക്ക്, മരണമില്ലാത്ത ആ ലോകത്തേക്ക്, ഹദീസിൻ്റെ റിവായത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത ആസ്വാദനങ്ങളുടെ ആ കലവറയിലേക്ക്, ആ വലിയ ലോകത്തേക്ക്, അറ്റമില്ലാത്ത ലോകത്തേക്ക്, മരണമില്ലാത്ത ലോകത്തേക്ക്, ഖാലിദീന ഫീഹാ എന്ന് 2 കൂട്ടരോടും പറഞ്ഞു. കാഫിറുകളോട് പറഞ്ഞു നരകത്തിൻ്റെ അടിയിലാണ്, നിങ്ങൾക്ക് ഖാലിദീന ഫീഹാ അവിടെയാണ്. അല്ലാത്തവർക്ക് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, മുസ്ലിങ്ങളോട് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ബുറൂജ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. എന്ത് വലിയ വിജയമാണ്! നിങ്ങൾ നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്ത് ജീവിച്ചോ, ആമനു പോരട്ടോ, വഅമിലു സ്വാലിഹാത്ത് വേണം. വഅമിലു സ്വാലിഹാത്ത് മാത്രം പോരട്ടോ, ആമനു കൂടി ചേരണം. വിശ്വാസവും കർമ്മവും ചേരുമ്പോഴാണ് അള്ളാഹു അത് കബൂലാക്കുക. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെടുത്താത്തോടത്തോളം അതൊക്കെ വിഫലമാണ്. അള്ളാഹ് അത് കബൂൽ ചെയ്യണതിൽ ഒന്നാമത്തെ മാനദണ്ഡം, നമ്മൾ ബുഖാരി എടുത്താലും ഏത് ഹദീസിൽ ഏറ്റവും ബുലുഗുൽ മറാം ഒന്നാമത്തെ ഹദീസിൽ വരുന്നത് ഇന്നമൽ അഅമാലു ബിന്നിയ്യ. നിയ്യത്ത് മാത്രവും പോരാ, അത് ഇഖ്ലാസ് ഉള്ളതാകണം. ഇഖ്ലാസോടുകൂടെ നിയ്യത്ത് ചെയ്താലാണ് ഏത് അമലായാലും, എന്ത് പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം നിയ്യത്താണ്. എന്തിനിപ്പോൾ നമ്മൾ നിസ്കരിച്ചല്ലോ, പള്ളിയിലേക്ക് വരുമ്പോൾ തഹിയ്യത്ത് നിസ്കരിച്ചവരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത ശേഷം പിന്നീടും റവാത്തിബ് സുന്നത്ത് നിന്ന് പിന്നെ നിയ്യത്ത് ചെയ്യാണ് അവിടെ. ആ നിയ്യത്ത് നടക്കണം. ആ നിയ്യത്ത് നടന്നില്ലെങ്കിൽ ഇത് വിഫലമാണ്. ഇന്ന് ഒന്നെടുത്തിപ്പോൾ ജുമുഅക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് ഉണ്ടെങ്കിലേ ആ കർമ്മത്തെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. മാത്രമല്ല നിയ്യത്തിൻ്റെ കൂടെ ഇഖ്ലാസും കൂടെ ഉണ്ടെങ്കിലോ
ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി അള്ളാഹുവോടുള്ള അർപ്പണ ബോധത്തോടു കൂടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്താലുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരനുണ്ട് ഗൾഫിൽ എംബസിയിൽ വർക്ക് ചെയ്ത് അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം ഒരുപാട് കുവൈത്തിൽ നിന്നായാലും സൗദിയിൽ നിന്നായാലും എംബസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പല നാടുകളിലും പള്ളികൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അദ്ദേഹം ചെയ്ത ജോലിയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾ മരിച്ചുപോയി, അള്ളാഹു ഒരുപാട് പ്രതിഫലം അങ്ങനെയുള്ള ചെയ്ത അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ പറയാ, ഞാൻ പല നാട്ടിലും പള്ളി ഉണ്ടാക്കി. ചില നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ. പിന്നെ അത് നിസ്കരിക്കാൻ പോലും ആളില്ലാതെ 5-10 ആളുകൾ മാത്രമായിട്ടുള്ള പള്ളികളായിട്ട് പള്ളി മാറും. ഉദ്ഘാടനമൊക്കെ വലിയ ഉദ്ഘാടനമായിരുന്നു. എന്നാൽ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പള്ളി കൊടുത്തു, ആകെ 3-4 പ്രവർത്തകർ മാത്രമുള്ള, മുസ്ലിങ്ങൾ വളരെ കുറച്ചുള്ളൊരു നാട്. അവിടെ ഞാനൊരു പള്ളി ഉണ്ടാക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടായി, അവിടെ ഇത്ര വലിയൊരു പള്ളിയുടെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദേശീയപാത അതിലാണ് വെട്ടിയത്. ദേശീയപാത അതിൽ വെട്ടിയെന്ന് മാത്രമല്ല, ഒരുപാട് വലിയ, അവിടെ ഇപ്പം നിസ്കരിക്കാത്തൊരു സമയമല്ല, അത്രക്കും വലിയ ആൾക്കാരൊക്കെയുള്ള പള്ളിയായിട്ട് അത് മാറി. അത് അദ്ദേഹം പറയുന്ന അന്ന് ആദ്യത്തെ മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ അവിടെ പാവങ്ങളായ സാധുക്കളായ കുറച്ച് പ്രവർത്തകരുള്ളത്. പക്ഷെ അവരുടെ നീയത്തും അവരുടെ താല്പര്യവും അവരുടെ ഡെഡിക്കേഷനും അവരുടെ ആത്മാർത്ഥതയുമാണ് ആ കർമ്മഫലത്തിലേക്ക് വരുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഇഖ്ലാസുൻ നിയ്യത്ത് പ്രധാനമാണ്. ഇത് മുഅ്മിനീങ്ങളോട് പറയും, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം നൽകുന്നതാണ്. ഇനി ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതും കൂടെ ചേർത്ത് പറയാണ്, ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. അതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ജൂതവംശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദന്മാരും ലോകത്ത് ഇസ്ലാമിനെ തകർക്കാനോ ഇസ്ലാമിന് അവർക്ക് ഭൗതിക താല്പര്യമാണല്ലോ, ദുനിയാവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവർ പാസ്സാക്കിയിരിക്കുന്ന നിയമം ഫലസ്തീനിയൻസിനെ കൊല്ലാനുള്ള നിയമമാണ്. അതൊക്കെ അവരെങ്ങനെ ചെയ്തത്? അവരുടെ വേദപുസ്തകം തൗറാത്തിനെ അവർക്ക് ഇഷ്ടം പോലെയാക്കി, അവരുടെ നിയമപുസ്തകത്തെ അവർക്ക് തോന്നിയ പോലെ മാറ്റി എഴുതി. അതാണ് അവർ അന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവരും. സത്യത്തിൽ ബനി ഇസ്രായേൽ ആരാ നമുക്കറിയാലോ, പ്രവാചക പരമ്പരയാണ് കിടക്കുന്നത്. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള അതിക്രമങ്ങളും എല്ലാ പ്രശ്നത്തിനും അവർക്ക് കിട്ടുന്നത് ജഹന്നമാണ്, നമുക്ക് കിട്ടുന്നത് ജന്നത്താണ്. ആ ജന്നത്ത് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളാണ്. ആ സ്വർഗ്ഗലോകത്തേക്ക് എത്തണം പ്രിയമുള്ളവർ. അതുകൊണ്ട് മറ്റു ദുനിയാവിൻ്റെ സംബന്ധമായ വിഷയങ്ങൾ ഖുതുബയിൽ ചർച്ച പറയേണ്ടെന്നല്ല. നമ്മുടെ അജണ്ട ഏറ്റവും ഖൽബിൻ്റെ അകം സ്വാർത്ഥതയുടെ അജണ്ടയാണ്. സെൽഫിഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്, സ്വാർത്ഥരാവുക. ഏത് കാര്യത്തിൽ? നാളല്ലാനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം. എൻ്റെ അമലുകളിലൂടെയാണ് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നത്. അമലുകൾക്ക് പിന്നിലുള്ള നീയത്തുകളിലൂടെ, നീയത്തിൻ്റെ പിന്നിലുള്ള ഇഖ്ലാസിലൂടെയാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവോടുള്ള ആ അർപ്പണ ബോധത്തോടുകൂടെ, നിസ്കാരം കൊണ്ടൊന്നും രക്ഷപ്പെടൂല പ്രിയമുള്ളവർ, നിസ്കാരം കൊണ്ടൊന്നും രക്ഷപ്പെടൂല. നിസ്കാരം കൊണ്ടൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിസ്കാരം മാത്രമല്ല പ്രധാനം. കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ വീഴ്ചകൾ വന്നാൽ തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഹദീസുകളുടെ റിവായത്തുകളിൽ നിന്നും പല ആയത്തുകളുടെ അർത്ഥത്തിൽ നമുക്ക് അത് തുറന്ന് സമ്മതിക്കാൻ ഒരു മാനുഷികമായ പരിഗണനയാണ്. പക്ഷേ മുആമലാത്തുമായി ബന്ധപ്പെട്ടപ്പോൾ മയ്യത്ത് കൊണ്ടുവച്ചിട്ട്, ഇത് മയ്യത്ത് കൊണ്ടുവെക്കുന്ന പള്ളിയില്ലാന്ന് മനസ്സിലാക്കുന്നത്. മയ്യത്ത് കൊണ്ടുവച്ചാൽ, ഒന്നാമത്തെ സഫിൽ വെച്ചാൽ ആ മയ്യത്ത് ഖബറടക്കണമെങ്കിൽ കടം വീട്ടണമെന്നാണ്. എന്ന് വെച്ചാൽ അള്ളയായിട്ടുള്ള ഇടപാടുകൾ ബന്ധിക്കപ്പെട്ടത് ദുനിയാവിലെ മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ആളുകളുമായിട്ട് നമ്മൾ ഉടക്കി നിൽക്കുന്ന 30 കൊല്ലമാണത്രേ ഒരാൾ സ്വന്തം അനിയനുമായിട്ട് തെറ്റി നിന്നത്. 30 വർഷം തെറ്റി നിന്നിട്ട് ഒരു സുഹൃത്തിൻ്റെ ഉപദേശം അദ്ദേഹത്തിന് വല്ലാതെ സ്വാധീനിച്ചു. ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു,
30 വർഷമായില്ലേ, നിങ്ങൾക്കൊന്ന് സലാം പറഞ്ഞൂടെ? ആ വീട്ടിലൊന്ന് കയറിയാലെന്താ? തറവാട്ടിൽ പണ്ട് ഒരുമിച്ച് ജീവിച്ച് വളർന്നവര് 30 കൊല്ലമായി തറവാട്ടിലേക്ക് തിരിച്ച് കയറിയിട്ട്. അപ്പോൾ അടുത്ത സുഹൃത്ത് വല്ലാതെ ഉപദേശിച്ചപ്പോൾ ഇയാൾ തീരുമാനിച്ചു, നാളെ പോകാം, നാളെ പോയി കാണാം തീരുമാനം. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയില്ല, അള്ളാഹിൻ്റെ ഖദ്ദർ, അള്ളാഹിൻ്റെ വിധിയാണ്. അന്ന് രാത്രി അയാൾ മരണപ്പെടുകയാണ്. എന്നിട്ട് ഇയാൾക്ക് ജീവിതം, അയാൾ മരിക്കണവരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ 30 വർഷങ്ങൾ. അപ്പോൾ ആളുകളായിട്ട്, വ്യക്തികളുമായിട്ടുള്ള വിഷയത്തിൽ എന്തുമാത്രം. ഇപ്പോൾ നിസ്കാരം, നിങ്ങൾ നിസ്കാരം ഒഴിവാക്കിയോ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്, ഇങ്ങനെ ഒരു ആയത്ത് കാണൂല. യുഖീമുസ്സലാത്ത, നിസ്കാരത്തെ പറ്റി ഒരുപാട് 700-ലധികം സ്ഥലങ്ങൾ ഖുർആനൊക്കെ ഇങ്ങനെ യുഖീമുസ്സലാത്ത വയുത്തുസ് സകാത്ത അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാവുകൊണ്ട് സഹോദരങ്ങളല്ലേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഈ സൂറത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല അവിടെ. വൈലുൽ ലികുല്ലി, വൈൽ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് അബൂലഹബിനാണ്. ഇസ്ലാമിന് അത്രമേൽ പരിക്കുണ്ടാക്കിയ അബൂലഹബിനോട് വൈൽ നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന അത്രമാത്രം ദേഷ്യം ആ വാക്ക്, അറബ് വാക്കിലെ നശിച്ച് അടങ്ങിപ്പോട്ടെ എന്ന വാക്കാണ് വൈൽ. ആ വാക്ക് ഉപയോഗിച്ച് ആരോടെന്നറിയോ? ഹുമസ ലുമസ ചെയ്യുന്ന ആളുകൾ. ഹുമസ എന്നെ മുഖത്ത് നോക്കി ഇൻസൾട്ട് ചെയ്യുക, ആളുകളെ കുറ്റം പറഞ്ഞ് അധിക്ഷേപിച്ച് കളിയാക്കുന്നത് മുഖത്ത് നോക്കി പറയാ, അത് തെറ്റാണ്. 2 മറഞ്ഞു നിന്ന് കുറ്റം. അത് ഗീബത്തും നമീമത്തും എല്ലാം പെടുന്നതിൽ. ഗീബത്ത് പെട്ട്, നമീമത്ത് പെട്ട്. ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, മരിച്ചു കിടക്കുന്ന ആ സഹോദരൻ, നിങ്ങൾ ഏത് മനുഷ്യനെ പറയാനാണോ നാവെടുക്കുന്നത്, ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി പച്ചക്ക് തിന്നുന്നതിന് സമമാണ് എന്ന് അത്രമേൽ ഖുർആൻ വർണ്ണിച്ചു. അപ്പം മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളുടെ വിഷയത്തിൽ നമ്മളൊരു നല്ല നടപ്പ് എത്തിയിട്ടില്ല ഇനിയുമെങ്കിൽ തീർച്ചയായും നിസ്കാരങ്ങൾ കൊണ്ടും മറ്റ് ഇബാദത്തുകൾ കൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കില്ല. മറ്റൊരു ഹദീസിന്റെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഫ്ലിസ് എന്ന് പറഞ്ഞു. മുഫ്ലിസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. മുഫ്ലിസായ ഒരുപാട് നിസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും വലിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വന്ന ആളാ. പക്ഷെ ആള് നരകത്തിലേക്കാണ് മാറ്റി നിർത്തപ്പെട്ടത്. എന്തേ കാരണം? ഇയാൾ പണിയെടുക്കുന്നതിൻ്റെ ഒക്കെ കൂടെ കുടുംബത്തിൽ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് നാവുകൊണ്ടുള്ള ആക്ടിവിറ്റീസാണ്. കുടുംബക്കാരെ തുടങ്ങും, അത് ഭാര്യയായാലും മക്കളായാലും, നാവ് കൊണ്ട് അവരെ നമ്മൾ പറയാൻ പാടില്ല. നാവുകൾ കൊണ്ട് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുകയും അവരെ കളിയാക്കുകയും കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്താൽ അതിന് പകരം കൊടുക്കണം. ഇന്നിപ്പോൾ എത്രയാ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ ഡിവോഴ്സ് നടന്നില്ല, വീട്ടിലൊക്കെ ഡിവോഴ്സ് ഒന്നും ആയില്ല. 10 കൊല്ലം മുമ്പ് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ വേറെ റൂമിൽ, ഭർത്താവ് വേറെ റൂമിൽ, അങ്ങനെ ജീവിക്കുകയാണ്, ജീവിതം തള്ളി നീക്കുകയാണ്. ഡിവോഴ്സ് ഒഫീഷ്യലി ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നാവാണ്. ഭാര്യയെ മാത്രം കുറ്റം പറയേണ്ട 2 കൂട്ടരും. കാരണം നാവ് കൊണ്ട് എല്ലാം നാവ് കൊണ്ട് തീരുമാനിക്കാൻ കഴിയും. ഒരാളുടെ സ്വഭാവം തന്നെ തീരുമാനിക്കുന്നത് നാവ് കൊണ്ടാണ്. മറ്റുള്ളവരെ, പ്രിയമുള്ളവരെ, ആർക്ക് പറയാൻ പറ്റും? മറ്റുള്ളവരെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. വ്യക്തികളെ പറ്റി, വ്യക്തി ഹത്യ നടത്താറില്ല. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് ധാരാളമായിട്ട്. ഇപ്പോൾ ഫുള്ള് ഡിജിറ്റലായല്ലോ, എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അങ്ങ് തോന്നുന്ന കമൻ്റ് അങ്ങ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പറയുള്ളവർ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലൊക്കെ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാളിട്ട പോസ്റ്റിൻ്റെ പിന്നിൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ ടൈപ്പ് ചെയ്യുക, വോയിസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കണം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പറയുന്ന വാക്കിന് ഒരു പക്ഷേ ഇയാൾ മനസ്സിലാക്കുക വേറെ രീതിയിലായിരിക്കും. പരമാവധി വാട്സപ്പിലൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ പരമാവധി കുറക്കുകയാണ് നല്ലത്. നേരിട്ട് പറയാൻ എന്തോ പറയാനുണ്ട്, അല്ലാതെ അതിലിട്ടിട്ട് പറയുമ്പോൾ അതൊക്കെ വേറെ ആളും പലരും കേട്ട് പല രീതിയിൽ അത് വേദന ഉണ്ടാക്കും. ഒരു പക്ഷെ ഒരാൾ അടിച്ചാൽ അടിയുടെ വേദന അപ്പം മാറും, അത് ചിലപ്പോൾ അയാൾ പൊരുത്തപ്പെട്ട് വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ വാക്കുകൊണ്ട് മനസ്സിലേൽപ്പിക്കപ്പെടുന്ന മുറിവ് അയാളൊരു പക്ഷെ നമ്മൾ മരിച്ച് മയ്യത്തായാലും അയാൾ മയ്യത്തിനെ നോക്കിയിട്ട് തന്നെ പറയും, ആ കിടക്കണ മയ്യത്ത് അയാൾ അന്ന് എന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് വൈലുല്ലി കുല്ലി. മറ്റും വേറൊരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ, ഖുർആനിൽ ഇത്ര ശിക്ഷ വർണ്ണിച്ച മറ്റൊരു ഭാഗമില്ല. അതായത് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. പിന്നെ പറയാം, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഖുതമ. അപ്പോൾ ഈ ഹുതമ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായ ശിക്ഷയാണ് ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ച ആളുകൾക്ക് നാളെ പടച്ചറപ്പിന് തരാനുള്ള ശിക്ഷ. ഹുതമ എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞാൽ ഇടിച്ച് അടച്ചു മൂടപ്പെട്ട
വമാ അദ്റാക മൽ ഹുത്തമ നാറുല്ലാഹിൽ മൂഖദ. അത് കത്തിജ്വലിക്കുന്ന തീ മാത്രം. നരകത്തിൽ ഈ തീ ഇല്ലാത്ത പുക മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്, ചെറിയ ശിക്ഷയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇത് തീ ഗോളം ശക്തമായ തീയുള്ള, അത് എല്ലുകൾ വരെ കരിച്ചു കളയുന്ന ഉന്നതമായ തൂണുകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അത്രമേൽ ശിക്ഷ വർണ്ണിച്ച മറ്റൊരു ഭാഗമില്ല. അപ്പൊ അത് വളരെ പ്രധാനമാണ്. ഗസാലി ഇമാം പറയുന്നുണ്ട്, ആളുകൾ നരകത്തിലേക്ക് കൂപ്പുകുത്തി വീഴുന്നത് നാവ് കൊണ്ടുള്ള സംസാരങ്ങളാണ്. അപ്പൊ നാവിന് വളരെയധികം പ്രിയമുള്ളവരെ നമ്മൾ സൂക്ഷിക്കേണ്ട. നല്ലത് ഖൂലു ഖൗലൻ സദീദ, സദീദായ വാക്ക് എന്നാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സദീദായ വാക്ക് വർത്താനം പറയാം. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അത് വീട്ടിലായാലും കുടുംബത്തിൽ നിന്ന് തുടങ്ങണത്, ഭാര്യയിൽ നിന്ന് തുടങ്ങണം, ഭർത്താവിൽ നിന്ന് തുടങ്ങണം, മക്കളിൽ നിന്ന് തുടങ്ങണം. അടുത്ത ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ലജ്ജിനായ വാക്ക്, സദീദായ വാക്ക് ഏറ്റവും നല്ല. ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരുന്നു, അതിൽ ബർക്കത്ത് ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ഓർമ്മ നമ്മൾ പുതുക്കുകയും ദിക്റുള്ള അല്ലാഹുവോടുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും, ഇന്റർനാഷണൽ വിഷയങ്ങൾ, യുദ്ധം അവിടെ നിൽക്കട്ടെ, അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കും. അത് നമ്മളെ ബാധിക്കട്ടെ ബാധിക്കാതിരിക്കട്ടെ, അതൊക്കെ നടക്കും. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതെല്ലാം നടക്കും. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഖദർ അല്ലാഹ് നടക്കും. അതൊന്നുമല്ല നമ്മുടെ പ്രധാന വിഷയം. ഇനി ലോകാവസാനം, ചിലർക്ക് അതാ വിഷയം. ലോകം തീരാനായോ? ഇറാൻ യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ, ലോകാവസാനം, അതൊക്കെ വേറെ വിഷയമാണ്. ലോകം തീരുമല്ലൊക്കെ വേറെ വിഷയം. നമ്മളതിനു മുമ്പ് തീരാൻ പോവുകയാണ്. നമുക്ക് 10, 30, 40, 50 കൊല്ലം, എത്രാമത്തെ ഇയർ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി എത്ര ന്യൂ ഇയറുകൾ, പുതുവർഷം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അതിന് മുമ്പ് നമ്മൾ നേടിയെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മഹല്ല് ഖബറിസ്ഥാനിൻ്റെ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആലോചിച്ചു, എത്ര 100 നൂറ്റാണ്ടുകളും പഴക്കമുള്ള, 500 കൊല്ലമൊക്കെ പഴക്കമുള്ള ഖബറിസ്ഥാനെ പല പള്ളികളിലും 500 കൊല്ലം, 700 കൊല്ലം, 700 കൊല്ലം പഴക്കമുള്ള ഖബറിസ്ഥാൻ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ പ്ലാനിങ്ങുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് വലിയ വലിയ പദ്ധതികളുണ്ട്. ഇത്ര വലിയ പദ്ധതിയാണ്. അലി റളിയല്ലാഹു അൻഹു വലിയൊരു ഫിലോസഫറും കൂടിയാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു സെൻട്രൽ ഒരു പോയിന്റ് ഇട്ടിട്ട് മണലിൽ ഇങ്ങനെ ഒരു വട്ടം വരച്ചു. സെൻട്രൽ നടുവിലൊരു പുള്ളി ഇട്ടിട്ട് ഒരു വട്ടം വരച്ചു. എന്നിട്ട് സെൻട്രൽ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കുറേ വരകൾ, കുറേ ഉള്ളിലെത്തിയിരുന്ന വരകൾ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇതൊരു മനുഷ്യൻ്റെ ജീവിതമാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഈ പുറത്തേക്കുള്ള വര, ആ റൗണ്ടിൻ്റെ പുറത്തുള്ള വര ഇയാളുടെ നടക്കാത്ത സ്വപ്നങ്ങളാണ്. എല്ലാ ഖബറിലും നമ്മൾ പോയിട്ട് അന്വേഷിച്ചാൽ, ഖബറിൽ അന്വേഷിക്കാരന ഖബറിൽ പോയിട്ട് അന്വേഷിക്കാരന അയാളുടെ ജീവിതം അന്വേഷിച്ചാൽ അയാൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടാവും. 3ാമത്തെ മോളുടെ കല്യാണം വല്ലാത്ത പ്രതീക്ഷയിൽ അയാൾ കാത്തിരുന്നപ്പോഴാണ് അത്ര അയാൾ മരിച്ചത്. അപ്പോൾ അയാളുടെ നടക്കാത്തൊരു സ്വപ്നമാണത്. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ട് നമ്മൾ അവസാനത്തെ റൂഹിൻ്റെ അവസാനത്തെ സക്കറാത്തിൻ്റെ ഹാലിൽ അവസാനത്തെ ശ്വാസം എടുക്കുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, അങ്ങനെയുള്ള വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കലൂടെ ഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനങ്ങൾ പറയാൻ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളോട്. അല്ലാത്തവരോടും അങ്ങനെയാണ്. ഒരു അപരിചിതനായ പുതിയൊരാളെ കാണുമ്പോൾ അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ അടുത്തുള്ള വീട്ടുകാരോടും വീട്ടിലെ കുടുംബാംഗങ്ങളോടും, പ്രത്യേകിച്ച് ചോര എന്ന് പറയില്ല, കൂടപ്പിറപ്പുകൾ, ഒരേ ബ്ലഡിലുള്ളവർ, അവരോടൊക്കെ വളരെ മാന്യമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നൊരവസ്ഥ. കാരണം മറ്റുള്ളവരെക്കാൾ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടി? സക്കാത്ത് കൊടുക്കേണ്ടത് ഖുർആൻ പറഞ്ഞത് ഖരീബ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 8 അവകാശികളുണ്ട്. ഇപ്പം ഡൽഹിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കുറേ പാവങ്ങളുണ്ട്, ശരിയാണ്, അവരൊക്കെ പാവങ്ങളാണ്. ഇനി അതൊന്നും വേണ്ട, കണ്ണൂർ വിട്ടു മലപ്പുറത്ത് കുറേ പാവങ്ങളുണ്ട്. നമ്മൾ മലപ്പുറത്ത് ഒരു കോളനിയിൽ പോയി കൊണ്ടു കൊടുക്കുകയാണ്. സ്വന്തം അനിയൻ അവിടെ
കടത്തുമൽ കടമായിട്ട് ബുദ്ധിമുട്ടായി ഇടങ്ങറായി നിൽക്കുന്ന അനിയൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെ കാർ ഓടിച്ചിട്ടാണ് ഈ സക്കാത്ത് പൈസ കൊടുക്കാൻ പോകുന്നത്. ഇത് ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ വിഷമം തീർക്കാനാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബത്തിലെല്ലാം തുടങ്ങാൻ. ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് കുടുംബത്തിലാണ്. സ്വന്തം കുടുംബത്തിൽ ആ ഇസ്ലാമികമായ നമ്മുടെ വ്യക്തിത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വലിയ നന്മ മരത്തോട് വിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നുണ്ട്. ഷജറത്തുൻ ത്വയ്യിബ, എല്ലാവർക്കും തണൽ, നല്ല മരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തണൽ കിട്ടുന്ന ഒരു മുസ്ലിം, ഒരു ഏരിയയിൽ ഒരു മുസ്ലിം ഉണ്ടായാൽ നമ്മൾ പല കഥകളും കേൾക്കാറുണ്ട്. ഇപ്പം മലപ്പുറത്തെ പറ്റി ചില കഥകൾ ചില ആൾക്കാർ പറയും. മലപ്പുറത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തു നിന്നോ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ എത്രയോ കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കിടക്കുന്നുണ്ട്. പല ജോബ് റെപ്യൂട്ടേഷനിൽ ജോലി കിട്ടിയിട്ട് മലപ്പുറം ഭാഗത്തേക്ക് അധ്യാപകരായിട്ട് എല്ലാതൊക്കെ വരുമ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്തു നിന്നോ ചില ഭാഗത്തു നിന്നൊക്കെ ന്യൂസ് കൊടുക്കും, മലപ്പുറത്ത് പോകണം സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് എന്താ സംഭവിക്കുക? അവർ പേടിച്ചിട്ട് ട്രെയിൻ കയറി മലപ്പുറത്തെത്തി, ജോലിയിൽ പ്രവേശിച്ച് അവസാനം എന്താ സംഭവിച്ചത്? മലപ്പുറം ജില്ലയിൽ അവർ വീടെടുത്ത് താമസാക്കി, സ്ഥലം വാങ്ങി വീടെടുത്ത്. ഞങ്ങൾ ഇനി തിരിച്ചങ്ങോട്ട് പോകുന്നത് കാരണം മണ്ണിനെ ഇഷ്ടപ്പെടുകയാണ്, മനുഷ്യരെ ഇഷ്ടപ്പെടുകയാണ്. ഇത് എല്ലാ കാലത്തും അങ്ങനെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട് സഹാബത്ത് എന്ന് പറഞ്ഞാൽ സഹാബികളല്ല, ഖാലിദ് ഇബ്നു വലീദ് അടക്കം റളിയല്ലാഹു അൻഹു, അവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പലരും വന്ന്, സുഹൃത്തുക്കളും പലരും വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോകരുത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്ക്, നിങ്ങൾക്ക് നിസ്കരിക്കാനല്ല പ്രശ്നം, നിങ്ങൾ എൻ്റെ വീട്ടിൽ നിസ്കരിച്ചോ. പല ഇബ്നു ദുബ്ന അടുത്ത് വന്ന അയൽവാസി വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഞങ്ങളുടെ വീട് തന്നെ വിട്ടുതരാം, നിങ്ങൾ അത് വിചാരിച്ച് പോകണ്ട, നിങ്ങൾ ഇവിടെ നിങ്ങളെ പോലുള്ള ആളുകൾ നാട്ടിൽ വേണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണം. ഇതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള സൽ സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങൾ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, ഖുർആൻ ഓതണം. ഖുർആൻ ഇങ്ങനെ ഹിഫ്ളാക്കാൻ, ഖുർആൻ ഇങ്ങനെ ഓതാൻ, കൂലി ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നല്ല, ആ കൂലിക്കപ്പുറത്തേക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ, നമസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂറോ 6 മണിക്കൂറോ കഴിച്ചാൽ ബാക്കിയുള്ള മണിക്കൂറുകളിൽ ഇടപഴകുന്ന ഇടപഴക്കങ്ങളിൽ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സത്യസന്ധതയും നീതിയും വിശ്വസ്തതയും സ്നേഹവും കാരുണ്യവും ധാർമ്മിക മൂല്യങ്ങളും പുലർത്തുന്നതിൻ്റെ പേരാണ് വിശുദ്ധ ഇസ്ലാം. അതിലൂടെ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ സമസൃഷ്ടി സ്നേഹത്തിലൂടെ. സേവനം ദൈവാരാധനയാണെന്ന് പഠിപ്പിക്കുക അല്ലേ? സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവാരാധന, ഇബാദത്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ദർശനത്തിലാണ് ഞാനും ജീവിക്കുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹുവോടുള്ള ഈ ഒരു ചിന്ത എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലേക്ക് വരുമ്പോൾ, അള്ളാഹുവെ എൻ്റെ കാര്യം നഫ്സി നഫ്സി, ആ സ്വാർത്ഥതയിലൂടെ അതിലൂടെ ദിക്റുള്ളയിലേക്ക് അത് കുറുനി അത് കുറുക്കും, ഫദ്കുറൂനി അത് കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കും, അള്ളയും നമ്മൾ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. നിങ്ങൾ എന്നെ ഓർക്കും, ഞാൻ നിങ്ങളെ ഓർക്കുക. എന്താ ഈ ഓർക്കുക എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് മാല ഇങ്ങനെ എണ്ണലാണ് ഓർക്കൽ, ചൊല്ലിക്കൊണ്ടിരിക്കലാണോ ഓർക്കൽ? അത് ഓർക്കലാണ്. പക്ഷേ ഓർക്കേണ്ടടുത്ത് ഓർക്കണം. നല്ലൊരു ചാൻസ് കിട്ടി, ഹലാലല്ല ഹറാമായ വഴിയിലൂടെ ഒരു 2 ലക്ഷം രൂപ ഇപ്പം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ശ്രമിച്ചാൽ ആ പൈസ ഇങ്ങോട്ട് കിട്ടും, ആരും അറിയില്ല. അപ്പോഴാണ് അള്ളാഹിനെ ഓർക്കേണ്ടത്. വൈഫിനോട് ദേഷ്യം പിടിച്ച് നാവിൻ്റെ അറ്റത്തേക്ക് ആ വർത്താനം എന്തെങ്കിലും ഒന്ന് പറയാൻ, അല്ലെ ഭർത്താവിനോട് മക്കളോട് പറയാൻ വേണ്ടി ആ ദേഷ്യത്തിൻ്റെ അവസാന സമയം അള്ളാഹിനെ ഓർക്കണം. ഈ ഓർക്കാരനെ അതിനെ ഇസ്ലാമികവൽക്കരിക്കുക, ആ സിറ്റുവേഷൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നല്ല. അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ഇസ്ലാമികവൽക്കരണത്തിൽ നടത്താൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ അമലുകളുടെ ഇഖ്ലാസ് നിയ്യത്ത് ശരിയാക്കി തരണേ അല്ലാഹ്. ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ തള്ളല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ലാ യുറദ്ദുൽ ഖദാഉ ഇല്ലാ ബിദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി മാറ്റപ്പെടില്ല. ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല. അള്ളാഹുവെ ഞങ്ങളുടെ മരണത്തിന് മുമ്പ് ഈമാൻ ഉൾക്കൊണ്ട് മുഅ്മിനായി മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ വന്നുപോയിട്ടുള്ള അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്.
ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ. ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ അല്ലാ. ആരോഗ്യത്തോടെ മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. കർമ്മനിരതമായി ഇസ്ലാമികമായി 5 വക്ത് നിസ്കരിച്ച് നിസ്കാരക്കാരനായി അസ്രായിൽ മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭത്തിലും നിസ്കാരക്കാരനായി കൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. നാവ് കൊണ്ട് പറഞ്ഞു പോയതൊക്കെ പുറത്തു തരണേ അല്ലാ. തെറ്റായ വർത്താനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവെ കണ്ടുകൊണ്ട് തെറ്റായ കാഴ്ചകൾ കണ്ടത് പുറത്തു തരണേ അല്ലാ. അള്ളാഹുവെ ഇനി കാണിക്കല്ലേ അല്ലാ. അള്ളാഹുവെ മനസ്സിൻ്റെ കൽബിൻ്റെ അകം നന്നാക്കി തരണേ അല്ലാ. നല്ല മനസ്സാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണേ അല്ലാ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലും മറ്റുള്ളിടത്തും ജീവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അവർക്ക് ആരോഗ്യം നിലനിർത്തണേ അല്ലാ. ഒരു കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവർ അള്ളാഹുവെ മരിക്കുന്നത് വരെ അള്ളാഹു അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. അള്ളാഹു അവർക്ക് സമാധാനം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ അവരെ ദീനിൻ്റെ അഹലുകാരായി ഞങ്ങളെയും അവരെയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ നല്ല ഭരണാധികാരികളെ അള്ളാഹുവെ നീ തെരഞ്ഞെടുത്ത് തരണേ അല്ലാ. അള്ളാഹുവെ വർഗീയതയില്ലാത്ത, വർഗീയത പറയാത്ത, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന നല്ല ഭരണാധികാരികളെ അള്ളാഹുവെ ആ സ്ഥാനങ്ങളിൽ എത്തിക്കണേ അല്ലാ. അള്ളാഹുവെ ഈ രാജ്യം അള്ളാഹുവെ ലോകത്ത് തന്നെ ഇത്രയധികം മനോഹരമായ ഈ വൈവിധ്യങ്ങളുള്ള ഈ രാജ്യത്തെ അതിൻ്റെ വൈവിധ്യങ്ങളോടെ നിലനിർത്തണേ അല്ലാ. അള്ളാഹു ഒരു പക്ഷേ ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മറ്റ് ശബ്ദങ്ങളെ അള്ളാഹുവെ നിനക്കറിയാലോ. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് വലിയ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നീ അതിലൊക്കെ ഹൈർ കണ്ടിട്ടെന്ന് അറിയാം. അള്ളാഹുവെ ലോകത്ത് ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ ദീനിൻ്റെ അഹലിനെ വിജയിപ്പിക്കണേ അല്ലാ. രക്തസാക്ഷികളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم